ഹായ് വെൽക്കം ടു ഓൾ. ഞാൻ വിചാരിച്ച് ബോർഡൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് പവർ പോയിന്റ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. എന്താണ് തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ആദ്യ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായിട്ട് തെർമോഡൈനാമിക്സിൽ എന്തുകൊണ്ടാണ് ഡെൽറ്റ വരുന്നത്, എന്താണ് ഇന്റൻസീവ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, ഇങ്ങനെ എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം, എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം, എന്തിനാണ് ഈ തെർമോഡൈനാമിക്സ് പഠിക്കണം എന്നുള്ള ഒരു ബോധം കൂടി നമുക്ക് വേണം. എന്നാലേ നമുക്ക് എന്തേ ഉള്ളൂ, ഒരു നീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം. ഇന്നത്തെ കാലത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ആണ്. ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി നിങ്ങൾക്ക് നീറ്റ് എഴുതിയാലാണ് നിങ്ങൾക്ക് നഴ്സിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ, ഡോക്ടർ മാത്രമല്ല, ദർ ഈസ് ദ നമ്പർ ഓഫ് ദി ഓപ്പർച്യൂണിറ്റി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനുള്ള കോൺസെപ്ഷ്യൽ ആയിട്ട് പഠിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഓൺ ഗോയിങ്ങിൽ നീറ്റ് കിട്ടണം എന്നൊന്നുമില്ല, ബട്ട് ഓക്കെ, കിട്ടണ്ട, പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തറിയണം? ഈ കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. കുറെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ദി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഓൾറെഡി കോൺസെപ്റ്റ് അറിയാം, എന്നാൽ പിന്നെ നമുക്ക് മറ്റ് ചെയ്താൽ മതിയല്ലോ. മറ്റേത് എന്ത് ചെയ്യണം? നിങ്ങൾ റിപ്പീറ്റിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങേണ്ടി വരും. അപ്പോൾ എന്തൊരു കാര്യം പഠിക്കണമെങ്കിലും, ഏത് ചാപ്റ്റർ പഠിക്കണമെങ്കിലും, എന്തൊരു ചെറിയ കുഞ്ഞു കാര്യം പഠിക്കണമെങ്കിൽ തന്നെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തിനാണ് ആ സാധനങ്ങൾ പഠിക്കണം, ഞാൻ ഈ പഠിച്ചിട്ട് എനിക്ക് എന്താണ് ഇതിന്ന് കിട്ടാൻ പോകുന്നുള്ളൊരു ഒരു ചെറിയൊരു ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ്, പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ അറിയാലോ, എനിക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് എനിക്ക് തോന്നുന്നു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ബിക്കോസ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ വളരെയേറെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് തെർമോഡൈനാമിക്സ്, എന്തിനാണ് ഈ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നത്, ഓരോ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പോ നമുക്കറിയാം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെർമോഡൈനാമിക്സ്. മൈ ഹാൻഡ് റൈറ്റിംഗ് മേ ബി നോട്ട് എ ഗുഡ്, ബിക്കോസ് ഞാൻ അത്ര പ്രൊവൈഡ് പ്രൊഫഷന്റെ അല്ല ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യത്തില്. അല്ല, സാധാരണ എല്ലാവരും പറയാറില്ലേ, നല്ല ബുദ്ധിയുള്ളവർക്കൊന്നും നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വൃത്തിയാവില്ല. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടെന്ന് വിചാരിച്ചത് തെർമോഡൈനാമിക്സ്. ഓക്കെ, എന്താണ് തെർമോഡൈനാമിക്സ്, എന്തിനാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, എന്താണ് കെമിക്കൽ റിയാക്ഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട് കെമിക്കൽ റിയാക്ഷൻ എന്തൊക്കെയാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, ഇനിയിപ്പോ +1 നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ എന്താണ് കെമിക്കൽ റിയാക്ഷൻ? വാട്ട് ഈസ് ആക്ച്വലി മീൻ ബൈ കെമിക്കൽ റിയാക്ഷൻ? നമുക്കറിയാം എന്താണ് ആക്ച്വലി കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് കിട്ടാൻ പോകുന്ന എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. എന്തൊക്കെ ഉണ്ടാവും അതില്? ഒരു റിയാക്റ്റന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? ഒരു റിയാക്റ്റന്റ് ഉണ്ടാവും. ഒരു റിയാക്റ്റന്റ് എന്തിലോട്ടുമായിട്ട് മാറാൻ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയാ, റിയാക്റ്റന്റ് നേരിട്ട് എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഈ പ്രൊഡക്റ്റിനെ പിന്നീട് റിയാക്റ്റന്റ് ആക്കാൻ പറ്റുമോ? ഈ നമ്മൾ കാറ്റലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ അരിയുണ്ട്. അരി ഉമ്മമാരെന്താ ചെയ്യാറുള്ളത്? അരി ചോറാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഈ അരി എന്താണ് ഇവിടെ? റിയാക്റ്റന്റ് ആണ്. അത് റിയാക്ട് ചെയ്തിട്ട് പിന്നീട് എന്തോ ആയിട്ട് മാറുകയും ചെയ്യുന്നത്? അരി എന്നൊരു പ്രോസസ്സ്, കുറെ പ്രോസസ്സ് കൂടെ പോയിട്ടാണ് അത് എന്തിലോട്ടായിട്ട് മാറുന്നത്? ചോറായിട്ട് മാറും. പിന്നെ ഈ ചോറിന് നമുക്ക് തിരിച്ച് അരിയാക്കാൻ പറ്റണ്ട? ഇല്ല. പക്ഷെ നമ്മൾ ഉമ്മമാർ എപ്പോഴും പറയാറുണ്ട്, എത്ര അരി ഇരിക്കും, ഇന്നിപ്പോ അമ്മായിന്റെ മക്കൾ വന്നു, ഇന്ന് അപ്പൂപ്പന്റെ മക്കൾ വന്നു, ഓരോരുത്തർ വരുമ്പോ നമ്മൾ എന്നത്തെയും പോലെയാണ്. 2 നായി അരിയാണെങ്കിൽ 2 നായൻ അരിയാണ് ഇടുന്നത്, അതോ 2 പാട്ട അരിയാണെങ്കിൽ ആ 2 പാട്ട അരിയാണ് ഇടുന്നത്? അല്ല. കുറെ ആൾക്കാർ വരുമ്പോ അതിനനുസരിച്ച് അരിന്റെ അളവ് മാറ്റുന്നുണ്ട്. പിന്നെ എല്ലാ അരിയും ഒരേ സമയമാണ് വേവുന്നത്? ഒരിക്കലും അല്ല. ചിലപ്പോ റേഷനറി അരമണിക്കൂർ കൊണ്ട് വേവും. ഉമ്മമാരോട് ഇപ്പൊ തന്നെ പോയി ചോദിച്ചു നോക്കുക, ഉമ്മ റേഷനറി എപ്പോഴാ വേവുന്നത്? റേഷനറി ചിലപ്പോ അരമണിക്കൂർ കൊണ്ട് വേവും. പക്ഷെ ചിലപ്പോ എന്ത് ചെയ്യാം, നമുക്ക് വലിയ നല്ല പൈസ കൊടുത്തുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന അരികൾക്ക് 1 മണിക്കൂർ, 2 മണിക്കൂർ, ഇറ്റ് ഈസ് ഡിഫറെന്റ്. അരിന്റെ വേവ് എന്ത് ചെയ്യണേ, സമയം മാറുന്നുണ്ട് അരിക്കനുസരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഈ അരി ചോറ്, എല്ലാ അരി നമ്മൾ കണ്ണി കണ്ട എല്ലാ അരിയും എടുത്തിട്ട് ചോറായിട്ട് മാറും. അപ്പൊ ഈ അരി ചോറായിട്ട് മാറുമ്പോ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കൊരു റിയാക്ടിന്റെ പ്രൊഡക്റ്റ്, അരി എന്നുള്ളൊരു ഞാൻ എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. അങ്ങനെ മാത്രമല്ല, നമ്മൾ ഏതൊരു റിയാക്ട് ഏതൊരു പ്രൊഡക്റ്റിലോട്ടായിട്ട് മാറുമ്പോഴും ദർ ഇസ് എ നമ്പർ ഓഫ് ദി ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഒരു കെമിസ്ട്രി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇന്ന് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിബിലിറ്റി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നതാണ്. പോസിബിലിറ്റി ഓഫ് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷന്റെ പോസിബിലിറ്റി, വെദർ ദ റിയാക്ഷൻ ഈസ് പോസിബിൾ ഓർ നോട്ട്. ഈ റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലയോ?
ഇതിനെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന തെർമോ ഡൈനാമിക്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന എന്ത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ് പോസിബിലിറ്റി ഓഫ് ദി റിയാക്ഷൻ. പോസിബിലിറ്റി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടാനിറ്റി, എത്രത്തോളം സ്പോണ്ടാനിയസ് ആണെന്ന്, അത് എത്രത്തോളം നടക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ എന്തിനാണ് മെയിൻലി ഡീൽ ചെയ്യുന്നത്? പോസിബിലിറ്റി ഓഫ് ദി റിയാക്ഷൻസ്. ഒരു റിയാക്ടിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവുന്നത്. ആ റിയാക്ടിന്റെ എത്ര സമയം എടുത്തിട്ടാണ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്, അതിന്റെ ടൈം, അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? അപ്പൊ എന്താണ് ടൈം? എത്ര സമയം എടുക്കുന്നുണ്ട് ഒരു റിയാക്ടിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ? എത്ര സമയം എടുക്കുന്നുണ്ട്? ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ. അതായത് കെമിസ്ട്രിയിൽ നമ്മൾ അതിനെ പറയുന്ന റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ദി റിയാക്ഷൻ, റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് ഈ റിയാക്ടിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറാന്, അതാണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. ഈ ഒരു കാര്യത്തെ നമ്മൾ ഡീൽ ചെയ്യുന്ന ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ നിങ്ങൾ മെയിൻലി ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കെമിക്കൽ കൈനറ്റിക്സ് മൊത്തം അങ്ങനെ തന്നെ. ഹാഫ് ലൈഫ് കാണാനുള്ളത്, ടൈം എത്ര കാണാനുള്ളത്, ഇങ്ങനെയൊക്കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലാണ് കൂടുതൽ ഡീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരാറുള്ളത്. അതായത് എത്ര എമൗണ്ട് ആണ് നമ്മളെ വീട്ടില്, ഞാൻ പറഞ്ഞു നമ്മൾ കുറെ ആളുകൾ വരുമ്പോ കുറെ അരി എടുക്കും. പക്ഷെ കുറച്ച് ആള് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യല്? നോർമലി നമ്മളെല്ലാരും സാധാരണ വീട്ടിൽ ഉണ്ടാവുന്ന ആളുകളാണെങ്കിൽ എന്നും ഉമ്മ ഇടുന്ന അരി തന്നെയാണോ കുറെ ആൾക്കാർ വരുമ്പോ ഇടുക? അല്ല. അപ്പൊ എന്താണ്, എത്ര എമൗണ്ട് ഓഫ് ദി റിയാക്ടന്റ് ആണ് റിക്വയർഡ്? എമൗണ്ട് ഓഫ് ദി റിയാക്ടന്റ് required, amount of the reactor required, and amount of the product obtained. Amount of product obtained. Amount of the product obtained. എത്ര എമൗണ്ട് ഓഫ് ദി റിയാക്ടന്റ് ആണ്, എത്ര എമൗണ്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ. ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ ആണ് ഇതിനെ മെയിൻലി ഡീൽ ചെയ്യുന്നത്. ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ മാത്രമല്ല, ഒരു റിയാക്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ദർ ഇസ് എ നമ്പർ ഓഫ് ദി ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ ഒരു മൂന്ന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം, കെമിക്കൽ കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അതാണ് അറിയേണ്ടത്. അപ്പൊ റേറ്റ് ഓഫ് ദി റിയാക്ഷനെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. എമൗണ്ട് ഓഫ് ദി റിയാക്ടന്റ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ദി പ്രൊഡക്റ്റിനെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു റിയാക്ഷന്റെ പോസിബിലിറ്റിയെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സ് ആണ് ഒരു റിയാക്ടന്റെ പോസിബിലിറ്റിയെ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളിൽ വരാൻ. നമ്മളൊരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ, ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, എന്താണ് തെർമോഡൈനാമിക്സ്? നമ്മൾ പറഞ്ഞു തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. എന്താണ് തെർമോഡൈനാമിക്സ്? എന്തിനാണ് ഈ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നത്? എന്താണ് ഈ ചാപ്റ്റർ പഠിക്കുന്നതോടുള്ള ഉദ്ദേശം? അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന ഹെഡിങ് നമുക്ക് അറിയണം. ആദ്യം ആ ഹെഡിങ്ങിലൂടെ നമുക്ക് പോകണം. എന്താണ് ആ ഹെഡിങ്, എന്താ പറയുന്നത് അറിയാം. തെർമോ, വാട്ട് ഈസ് ദ തെർമോ എന്ന് പറഞ്ഞാൽ തെർമൽ. നമ്മൾ മണാലിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് തെർമൽ ഇടാറുണ്ട്. അപ്പൊ തെർമൽ എന്തായിരിക്കും? ഹീറ്റ്, ചൂട് എന്നാണ് തെർമൽ. നമ്മൾ ഹീറ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഹീറ്റിന് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? തെർമോഡൈനാമിക്സ് എന്നുള്ളതില് തെർമൽ എന്തായിരിക്കും? തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ്. തെർമോ എന്ന് പറഞ്ഞാല് ഹീറ്റ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്? എന്താ ഡൈനാമിക്സ്? ഫിസിക്സിൽ പഠിക്കുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് ആണ് എന്താ? മൂവ് ചെയ്യാത്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഡൈനാമിക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ മോഷനിലായിട്ടുള്ള ഒബ്ജക്റ്റിനാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് ഈസ് ചേഞ്ചിങ്. ചേഞ്ച് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഡൈനാമിക്സ് നമുക്ക് ചേഞ്ച് എന്ന് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുക? ചേഞ്ച്. മാറി നിന്നാ ക്ലാസ് എടുക്കട്ടെ, കിട്ടുക. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ചെറിയൊരു
ഇഷ്യൂ എന്താണ് അപ്പൊ തെർമോഡൈനാമിക്സ്, തെർമോ എന്ന് പറയുന്നത് എന്താ? ഹീറ്റ്. ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൂവ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് ചേഞ്ചിനെ കുറിച്ചായിരിക്കും. ഹീറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും എനർജി. ഇവിടെ ഹീറ്റിന് നമുക്ക് എനർജി എന്നൊക്കെ പറയാൻ പറ്റും. എനർജി ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനർജി ചേഞ്ചിനെ കുറിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു ഹെഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എനർജി ചേഞ്ച്. എനർജി ചേഞ്ച് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പറയാ. എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ചിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ എന്താണ് ഹെഡിങ് എന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റം എന്താന്ന് സറൗണ്ടിങ് എന്താന്ന് അറിയാണ്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല. ബിക്കോസ് സിസ്റ്റം എന്താന്ന് അറിയണം, സറൗണ്ടിങ് എന്താന്ന് അറിയാം. ഇറ്റ് ഈസ് എ വെരി ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. തെർമോഡൈനാമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സിസ്റ്റം സറൗണ്ടിങ് എന്ന് പറയുന്നത്. കാരണം നമുക്കത് അറിയണം. അറിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സിസ്റ്റം എന്താന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലാബിൽ നിൽക്കുകയാണ്. ലാബിൽ നിങ്ങൾ റിയാക്ഷൻ ചെയ്യാണ്. അപ്പൊ നിങ്ങളെ ശ്രദ്ധ കൂടുതലായിട്ട് എങ്ങോട്ടായിരിക്കും? ആ റിയാക്ഷനിലോട്ടാവുമല്ലോ. അപ്പൊ ആ റിയാക്ഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിസ്റ്റം എന്ന് പറയും. നിങ്ങൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിസ്റ്റം എന്ന് പറയാൻ. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, ആ ലാബിൽ നിങ്ങളെ ശ്രദ്ധ എന്ന് പറയുന്നത് റിയാക്ഷനിലോട്ടാണ്. അപ്പൊ ആ റിയാക്ഷൻ നമുക്ക് സിസ്റ്റം എന്ന് പറയാം. ബാക്കി എല്ലാ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സ്, നിങ്ങളുടെ ലാബത്തെ എല്ലാ എക്യുപ്മെന്റ്സ്, നിങ്ങൾ ടീച്ചേഴ്സ്, ബെഞ്ച്, ഡെസ്ക്, ഈവൻ നിങ്ങൾ റൂം വരെ നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം? സറൗണ്ടിങ്സ്. ആ റിയാക്ഷൻ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സറൗണ്ടിങ്സ്. വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ചായ ഉണ്ടാക്കണേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധ ഈ ചായ പാല് തിളപ്പിക്കാൻ വെക്കണേ. ഓക്കെ, പാൽ തിളപ്പിക്കാൻ വെക്കാന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടായിരിക്കും? ഈ പാല് എപ്പോ തിളക്കും എന്നുള്ള അല്ലേ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പാലായിരിക്കും നിങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സറൗണ്ടിങ്സ് എന്തായിരിക്കും? ആ പാലിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സറൗണ്ടിങ്. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിസ്റ്റം ഈസ് ദ സ്പെസിഫിക് പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. സ്പെസിഫിക് പാർട്ട് പറഞ്ഞാല് ഒരു യൂണിവേഴ്സിന്റെ ചെറിയ പാർട്ട്. പാലെന്താ? യൂണിവേഴ്സിലെ ഏറ്റവും ചെറിയ പാർട്ടല്ലേ? ഇറ്റ് ഈസ് ദ സ്പെസിഫിക് പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന, നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുപാടുള്ള റെസ്റ്റ് ഓഫ് ദി പാർട്ട് യൂണിവേഴ്സ് എക്സ്ക്ലൂഡിങ് ദ സിസ്റ്റം. സിസ്റ്റത്തെ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? സറൗണ്ടിങ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ആണ്. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം? എ സിസ്റ്റം ഈസ് said to be open if it can exchange matter as well as the energy with the surroundings. അതായത് നിങ്ങളിപ്പോ നിങ്ങളെ വീട്ടിലൊരു വെള്ളം തിളപ്പിക്കാൻ വെക്കണേ. വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോ നിങ്ങൾ പാത്രം കൊണ്ട് വെള്ളത്തെ മൂടിയിട്ടില്ല വിചാരിച്ചു. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ആ പാത്രം കൊണ്ട് നിങ്ങൾ വെള്ളത്തെ മൂടിയിട്ടില്ല. ഇതാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ ഇനി പറയാനുള്ള ഓപ്പൺ സിസ്റ്റത്തെ കുറിച്ചാണ്. എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം? ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിലൊരു വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളമാണ് ഇത് തിളപ്പിക്കാൻ വെച്ച്. നിങ്ങൾ ഇതിനെ മൂടി വെച്ചിട്ടില്ല. വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഇതാണ് തീ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചു എന്ന് വിചാരിക്കുക. ആ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ വെള്ളം തിളപ്പിച്ച് കുറച്ച് കഴിഞ്ഞു വന്നപ്പോ നിങ്ങൾ വിചാരിച്ചു 50 ml വെള്ളമാണ് നിങ്ങൾ എടുത്ത് വിചാരിക്കുക. 50 ml വെള്ളമാണ് നിങ്ങൾ എടുത്ത് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇതിൽ വെറും 40 ml വെള്ളമുള്ളൂ. അപ്പൊ ബാക്കി വെള്ളം എങ്ങോട്ട് പോയി? 10 ml വെള്ളം എങ്ങോട്ട് പോയി? അതെങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു? അത് ചുറ്റുപാടുമുള്ള എയറിലോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അത് വാപ്പറൈസ് ചെയ്ത് പോയത് അത് എയറിലോട്ട് പോയി. നിങ്ങൾ അവിടെ എന്ത് മൂടിയിട്ടുണ്ടോ? നിങ്ങൾ പാത്രം കൊണ്ട് ആ വെള്ളം മൂടിയിട്ടുണ്ടോ? ഇല്ല. ആ വെള്ളം കൊണ്ട് നിങ്ങൾ ആ പാത്രം കൊണ്ട് നിങ്ങൾ ആ വെള്ളം മൂടിയിട്ടില്ല. അതായത് ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം, ആ പാത്രം, നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സാധനം അതല്ലേ? അത് തളച്ചിട്ട് എങ്ങോട്ട്? ആ സിസ്റ്റത്തിലുള്ള മാറ്റർ എങ്ങോട്ട് പോയി? മാറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? വെള്ളമാണ്. ആ വെള്ളം എങ്ങോട്ട് പോയി? സറൗണ്ടിങ്സിലോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അതിന് ചുറ്റുപാടുമുള്ള എയറിലോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ ആ ഒരു 10 ml വെള്ളം എങ്ങോട്ട് പോയി? അത് സറൗണ്ടിങ്സിലോട്ട് വാപ്പറൈസ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തു. അതായത് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാല് അവിടെ മാറ്റർ എന്ത് ചെയ്യണം? ആ സിസ്റ്റത്തിലുള്ള മാറ്റർ എങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യണം? അത് സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. ഇവിടെ എനർജി കൂടി പറയണ്ടേ. നിങ്ങൾ ആ വെള്ളത്തിന്റെ മുകളിൽ കൈയൊന്ന് വെച്ച് നോക്കി. നിങ്ങൾക്ക് നല്ല ചൂടായിരിക്കും. അത് തിളപ്പിച്ച വെള്ളത്തിന് മേലെ നിങ്ങൾ ആ പാത്രത്തിന്റെ പുറത്ത് കൈ വെച്ച് നോക്കി, നല്ല ചൂടായിരിക്കും. അതെന്താ? ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനർജിയാണ്. അപ്പൊ ഇവിടെ എന്താണ്?
ഈ എനർജിയും കൂടി എന്തുമായിട്ട് സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ചൂട് അനുഭവിച്ചത്. അത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂട് അനുഭവിക്കും. നിങ്ങൾ പുറത്തു വിട്ട് ചൂടുണ്ടാവുക ഇല്ല. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാറ്ററും എനർജി സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് ക്ലോസ്ഡ് സിസ്റ്റം എന്താണെന്ന്. നിങ്ങൾ സെയിം പ്രോസസ് തന്നെ ചെയ്തു. അതായത് നിങ്ങൾ ഒരു പാനിൽ വെള്ളം എടുത്തു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്തു, ആ 50 ml വെള്ളത്തെ നിങ്ങൾ പാത്രം കൊണ്ട് ഒരു ലിഡ് വെച്ചിട്ട് മൂടി വെച്ചു എന്ന് വിചാരിക്കുക. പാത്രം തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇത് 50 ml വെള്ളം അവിടെ തന്നെ ഉണ്ട്. അത് എങ്ങോട്ടും പോയിട്ടില്ല. അത് എങ്ങോട്ടും പോയിട്ടില്ല. നമുക്കറിയാം ആ വെള്ളം വേപ്പറൈസ് ചെയ്താണ്ട് ആ പാത്രത്തിന്റെ മുകളിൽ ഈ വെള്ളം വേപ്പറൈസ് ചെയ്ത് പാത്രത്തിന്റെ മുകളിൽ തട്ടി പിന്നെ താഴോട്ട് വരും. നമുക്കറിയാം നിങ്ങള് വീട്ടിൽ ചായ തിളപ്പിക്കാൻ വെക്കും, മൂടി വെച്ച് കാണാൻ അതിന്റെ മുകളിൽ നോക്കി നോക്കുക, ആ വെള്ളം ആ പാത്രം എടുത്ത് നോക്കി നോക്കുക, ആ പാത്രത്തിന്റെ താഴെ നിങ്ങൾക്ക് വെള്ളത്തിന്റെ ഇതൊക്കെ കാണാൻ പറ്റും. നല്ല ആവിയുള്ള വെള്ളത്തിന്റെ ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. തീരെ കിച്ചണിൽ കയറാത്തവർക്കാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മാറ്റർ സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ വെള്ളം 50 ml ഉള്ള 50 ml തിളപ്പിച്ച് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട്. അത് എങ്ങോട്ടും പോയില്ല. കാരണം എന്താ, അവിടെ ലിഡ് വെച്ച് നിങ്ങൾ മൂടി വെച്ചു. ആ വെള്ളം എങ്ങോട്ടും പോയോ? ആ മാറ്റർ എങ്ങോട്ടും പോയോ? ഇല്ല. അപ്പൊ അതിന് നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആ പാത്രത്തിന്റെ മുകളിൽ കൈ വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ല ചൂട് അനുഭവിക്കും, നല്ല ഹീറ്റ് ഉണ്ടാവും. അവിടെ എന്തുണ്ട്? എനർജി സറൗണ്ടിങ്സുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനർജി എന്തുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതാണ് ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിലുള്ള മാറ്റർ സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ എനർജി എന്ത് ചെയ്യണ്ടേ? എക്സ്ചേഞ്ച് ചെയ്യുക. അതാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്താന്നാ പറയുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ വീട്ടിലുള്ള തെർമോ ഫ്ലാസ്ക് എടുക്കുക. തെർമോ ഫ്ലാസ്ക് നിങ്ങൾ ട്രിപ്പ് പോവാണെന്ന് വിചാരിക്കുക. ട്രിപ്പ് പോകുമ്പോ അമ്മമാർ ആദ്യം എന്താ പറയാ, തെർമോ ഫ്ലാസ്കില് ആ ഫ്ലാസ്കിൽ വെള്ളം എടുത്തോളൂ. തെർമോ ഫ്ലാസ്ക് എന്ന് ഒരു പറയില്ല, ഒരു എന്താ പറയാ, ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുത്തോളി അല്ലെങ്കിൽ ചായ എടുത്തോളി എന്ന് പറയാം. അത് എന്തുകൊണ്ടാണ് ഫ്ലാസ്കിൽ നമ്മൾ ചായ കൊണ്ടുപോകണം, ചൂടുവെള്ളം കൊണ്ടുപോകണ്ടേ? നിങ്ങൾ മൂന്നാർ പോയാലും മണാലി പോയാലും ആ ചൂടുവെള്ളം എന്തുണ്ടാവും? ഒരു പരിധി വരെ ആ ചൂട് അവിടെ തന്നെ ഉണ്ടാവും. അതായത് നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റത്തെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റും, തെർമോ ഫ്ലാസ്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം. കാരണം നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം എത്രയാണോ നിങ്ങളെടുത്ത് അത്രയും എമൗണ്ട് ആ വെള്ളം അതിലുണ്ടാവും. അതേപോലെ തന്നെ ആ ചൂട് എങ്ങോട്ടും പോകണില്ല, അതിന്റെ സറൗണ്ടിങ്സിലോട്ട് പോകണ്ട. അതുകൊണ്ടല്ലേ തെർമോ ഫ്ലാസ്കിലെ ഫ്ലാസ്കിത്തെ വെള്ളം നിങ്ങൾ കുടിക്കാൻ എടുക്കുമ്പോൾ അതേ ചൂട് നിങ്ങൾക്ക് വരുന്നത്. യെസ്, അപ്രോക്സിമേറ്റ്ലി അതേ ചൂട് തന്നെ. ചെറിയ തെർമോ ഫ്ലാസ്കിലേക്ക് ചൂട് കുറയാറുണ്ട്. അത് തെർമോ ഫ്ലാസ്കിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ എനർജി എന്ത് ചെയ്യുന്നില്ല, ഇവിടെ സറൗണ്ടിങ്സിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയാം. അതാണ് തെർമോ ഫ്ലാസ്ക് ആണ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു കാര്യം എന്താണ്? ബൗണ്ടറി എന്ന് പറയുന്നതാണ്. ഒരു തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം ഒക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ബൗണ്ടറി എന്താണെന്ന് അറിയണം. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാണ് ബീക്കർ, വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് 2 ബൗണ്ടറി ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബൗണ്ടറി, ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ബൗണ്ടറി. കാണാൻ പറ്റുന്ന ബൗണ്ടറി നോക്കി നോക്ക്. ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബൗണ്ടറി. അതായത് നിങ്ങളെ ചുറ്റുപാടുമുള്ള ബീക്കർ എന്ന് പറയും. ഈ വെള്ളവും ഈ സറൗണ്ടിങ്സ്, ഇതിന് പുറത്തുള്ള കാര്യത്തെയും വെള്ളത്തെയും മാറ്റി നിർത്തുന്ന ഒരു 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 ബൗണ്ടറി. അതന്നെ ഒരു മതിൽ എന്ന് പറയാൻ പറ്റും. ആ ബൗണ്ടറി ഇവിടെ ആരാണ്? ബീക്കർ. അത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങളെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ വെള്ളത്തിന് ഈ സറൗണ്ടിങ്സും തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ട്. അതിന് പക്ഷേ ലിഡോണ്ട് നമ്മൾ ഈ ബീക്കർ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ബീക്കർ ഉണ്ടോ? ഇല്ല. അതിന് മുകളിൽ എന്തെങ്കിലും അടിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ വെള്ളവും ഇതിന് ചുറ്റുപാടുമുള്ള ഇവിടുത്തെ ഈ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സും തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ഒരു ബൗണ്ടറി നമ്മൾ ഇമാജിനറി ബൗണ്ടറി എന്ന് പറയാം. അത് നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ഒരു സിസ്റ്റത്തിനും ഒരു സറൗണ്ടിങ്സും തമ്മിൽ ഒരു ബൗണ്ടറി എന്തായാലും ഉണ്ടാവും. അത് റിയൽ ആവാം, ഇമാജിനറി ആവാം. ഇമാജിനറി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൽ കാണണം. അത് നിങ്ങൾ കണ്ടേ പറ്റും. നിങ്ങൾ ഒരു പാൻ എടുത്തു, ഒരു വെള്ളം എടുത്തു. ആ പാനും വെള്ളവും തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ട്. അത് നിങ്ങൾക്ക് ആ പാൻ ആണെന്ന് അറിയാം. പക്ഷെ അതിന്റെ മുകൾ ഭാഗം നിങ്ങൾ പാത്രം കൊണ്ടൊന്നും അടിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ബൗണ്ടറി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സിസ്റ്റം, ഒരു സറൗണ്ടിങ്സ് തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ട്. അത് റിയൽ ആവാം അല്ലെങ്കിൽ ഇമാജിനറി ആവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, റിയൽ ആവാം, ഇമാജിനറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വൺ വേർഡിനൊക്കെ ഫൗണ്ടേഷണൽ, അതായത് സാധാ എക്സാമിനൊക്കെ വൺ വേർഡിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് തെർമോഡൈനാമിക്സിലെ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആക്ച്വലി മീൻ ബൈ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി മീൻ ബൈ
എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് ഡെഫിനിഷൻ ഒന്നും നോക്കണ്ട, നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റൻസീവ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിലോട്ട് പോവാം. അപ്പൊ സാർ എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്താ പറയാ, ഒരു വെള്ളം എടുത്തു, നമ്മൾ വെള്ളം കൊണ്ടാട്ടോ ഫുള്ള് കളി, വേറെ ഒന്നും എക്സാമ്പിൾ ഇല്ല, കാരണം വെള്ളം നിങ്ങൾക്ക് പാനിൽ വെള്ളം ഉണ്ട്, ഈ പാനിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ 50 ml ആണെന്ന് പറയാം, 50 ml ആണ്. നിങ്ങൾ എപ്പോഴും അറിയാൻ, എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ ഡെൻസിറ്റി എത്രയാണ്. ജനറലി വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്? നിങ്ങൾ എവിടെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയായിരിക്കും? വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 gram per ml ആയിരിക്കും വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 gram per ml. ഈ 50 ml വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്നാൽ 1 gram ml. ഈ 50 ml വെള്ളത്തെ നിങ്ങൾ 2 പാനിലോട്ടാക്കി മാറ്റി, 25 ml ഇതിലും 25 ml ഇതിലും, 25 ml ഈ പാനുക്കും 25 ml ഈ പാനുക്കും മാറ്റി. അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി എത്ര ആയിരിക്കും? 1 gram per ml ആണ്. ഇതിന്റെ ഡെൻസിറ്റി എത്ര ആയിരിക്കും? 1 gram per ml അല്ലേ? ഇതിന്റെ ഡെൻസിറ്റി മാറുണ്ടോ? ഇല്ല. ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്ര ആയിരിക്കും? 1 gram per ml. അതായത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ പ്രസന്റ് ഇൻ. അതായത് ആ ഒരു പ്രോപ്പർട്ടി അതിന്റെ ആ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ മാറ്ററിലുള്ള ക്വാണ്ടിറ്റിനെ അതിനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. ഈ 50 ml വെള്ളത്തെ നമ്മൾ 25 ml ആക്കി 2 ആക്കി മാറ്റി. ഈ 25 ml ഉള്ള ആ വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്ത് ഡെൻസിറ്റി എന്നുള്ള പ്രോപ്പർട്ടീസ് ഇല്ല. 25 ml ആക്കിയിട്ട് അതിന്റെ ഡെൻസിറ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടി എന്താണ്? 1 gram per ml എന്നല്ലേ. വെള്ളത്തിന് ഡെൻസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എന്താണ്? 25 ml ആക്കി 2 ആക്കി നമ്മൾ മാറ്റി. ഈ 2 ആക്കി മാറ്റിയിട്ടും ഈ ഡെൻസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടോ? ഇവിടെ 50 ml ഉള്ളപ്പോഴും ഡെൻസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എന്താണ്? 1 gram per ml ആണ്. ഇതിനെ 2 ആക്കി 25 ml ആക്കി മാറ്റിയിട്ടും ഡെൻസിറ്റി എന്നുള്ള പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? 1 gram per ml അല്ലാണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്? ഇല്ല. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. അതായത് ഡെൻസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എന്താണ്? ഈ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ എമൗണ്ടിന് എന്തുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇത് വെരി സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചായ ഉണ്ടാക്കി, ആ ചായ ഒരു പാനിലെ ചായ ഉണ്ടാക്കി, ആ ചായ നിങ്ങൾ 2 കപ്പ് കഴിച്ചു, അതിന് ടെമ്പറേച്ചർ മാറണ്ടോ? അതിന് ചൂട് എങ്ങോട്ട് എന്തെങ്കിലും മാറണ്ടോ? ഇല്ല. ഡിഗ്രി സെൽഷ്യസിൽ കഴിവില്ല, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പൊ ടെമ്പറേച്ചർ എന്താണ്? അതിന്റെ എമൗണ്ടിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് താൻ എന്ന് പറയുന്നത്. നിങ്ങൾ താൻ എടുത്തു 2 സ്പൂണിലാക്കി താൻ, അതിന്റെ 2 വിസ്കോസിറ്റി മാറുണ്ടോ? ഇല്ല. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്ര? 100 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്ര ആയിരിക്കും? 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിലൊരു മാറ്റമില്ല. ഇറ്റ് ഈസ് ദ ഫാക്ട്. അതൊരു ഫാക്ട് ആണ്. അപ്പൊ എന്താണ്? അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. എല്ലാ കോൺസെൻട്രേഷൻ ടേംസ് എന്തായിരിക്കും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി അടുത്തറിയേണ്ടതാണ് ഒരു മോളാർ പ്രോപ്പർട്ടി. എപ്പോഴും ഏതൊരു മോളാർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഏത് മോളാർ കണ്ടക്ടൻസ് ആയിക്കോട്ടെ, മോളാർ എന്താൽപ്പി ആയിക്കോട്ടെ, എല്ലാം എന്തായിരിക്കും? ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. വാട്ട് ഈസ് ആക്ച്വലി മീൻ ബൈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പ്രോപ്പർട്ടി ആ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. മറ്റേ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറയാൻ പറ്റും. അതായത് നിങ്ങളൊരു 50 ml വെള്ളം എടുത്തു, 50 ml വെള്ളം എടുത്തു, 50 ml വെള്ളത്തിന് നിങ്ങൾ 2 ആക്കി 25 ml ആക്കി മാറ്റി. 2, 25 ഭൂമികൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം എന്റെ കുട്ടിന്റെ സൈഡില് 25 ml ആക്കി മാറ്റി. ഇവിടെ 50 ml വെള്ളത്തെ നിങ്ങൾ 2 ml ആക്കി 25 ml 2 ആക്കി മാറ്റി. ഇവിടെ ഡെൻസിറ്റി മാറിയിട്ടില്ല, പക്ഷെ ഇവിടെ ഒരു പ്രോപ്പർട്ടി മാറി. അതെന്തായിരിക്കും? വോളിയം. ഇവിടെ എന്താണ്? വോളിയം ചേഞ്ച് ചെയ്യില്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറി? 25 ml ആക്കി മാറ്റി, 25 ml ആയിട്ട് മാറി. അതായത് ഈ വെള്ളത്തിന്റെ എമൗണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോളിയം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഇവിടെ എന്തായിട്ട് മാറി എന്ന് പറയാം. അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ആ പ്രോപ്പർട്ടി ആ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ വോളിയം എത്രയാണ്? 50 ml ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ വോളിയം എത്ര ആയിട്ട് മാറി? ഇവിടെ 50 ml ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ വോളിയം എത്ര ആയിട്ട് മാറി? 25 ml ആയിട്ട് മാറി. അപ്പൊ വോളിയം എന്തായിട്ട് മാറി? ഈ മാറ്ററിന്റെ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ വോളിയം, മാസ്, അതുപോലെ എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി ഒക്കെ എന്തായിരിക്കും?
ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. പക്ഷെ മോളാർ കണ്ടക്ടൻസ്, മോളാർ എന്താൽപി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്നൊക്കെ വന്നാൽ അതെന്തായിരിക്കും? അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. മോളാർ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ ഇനിയൊരു ഇൻട്രൊഡക്ഷന്റെ കുറച്ച് പാർട്ടും കൂടി പറയാണ്ട് നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ്. ബൈ.